ഹലോ, നമ്മളിൽ ഭൂരിഭാഗവും പൂർണ്ണമായും നല്ലവരുമല്ല കെട്ടവരുമല്ല. നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഓരോ കാര്യങ്ങൾക്കും നിർബന്ധിതരായിത്തീരുന്നു. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. ഇതിലെ മിക്ക കഥാപാത്രങ്ങൾക്കും രണ്ടു വശമുണ്ട്. ഇതുതന്നെയല്ലേ മിക്കവാറും എല്ലാവരുടെയും അവസ്ഥ. ആർക്കും ആരെയും കുറ്റപ്പെടുത്താനാവില്ല. ഭർത്താവിനും മക്കൾക്കുമൊക്കെ വേണ്ടി കുടുംബമഹിമ കളയാതെ ജീവിച്ച ലീലാമ്മ. അവിടെ തനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു എന്നുപോലും ലീലാമ്മ ബോധവതിയല്ല. ഒരുപാട് ആലോചനകൾ വന്ന് ഒന്നും നടക്കാതായപ്പോൾ മകൻ്റെ അസുഖത്തിൻ്റെ കാര്യം മറച്ചുവെച്ച് അഞ്ജുവുമായുള്ള കല്യാണം നടത്തി. എന്നാൽ അഞ്ജുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവളെ മനസ്സിലാക്കുകയും അവളോടൊപ്പം നിൽക്കുകയും ചെയ്തു. അഞ്ജുവിൻ്റെ നന്മ തിരിച്ചറിയാനും ലീലാമ്മയ്ക്ക് കഴിഞ്ഞു. ലീലാമ്മയായുള്ള ഉർവശിയുടെ അഭിനയം പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അഞ്ജുവിൻ്റെ കാര്യമാണ് ഏറെ കഷ്ടമായി തോന്നിയത്. ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം പോകാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നിട്ടും അവൾ അവരെ ധിക്കരിച്ചില്ല. ഭർത്താവിനെയും അമ്മയെയും കരുതാനും പരിഗണിക്കാനുമുള്ള നല്ല മനസ്സും അഞ്ജുവിനുണ്ടായിരുന്നു. എന്നിട്ടും വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴുള്ള അഞ്ജുവിൻ്റെ നിസ്സഹായാവസ്ഥ പാർവതി മനോഹരമാക്കിയ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് സിനിമയിൽ. സത്യത്തിൽ അനുഭവിക്കുന്ന വ്യതകളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഒരു മോചനം മനുഷ്യൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. കല്യാണം നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സത്യം മറച്ചുവെച്ച് ലീലാമ്മ കല്യാണം നടത്തി. വീർപ്പുമുട്ടലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അഞ്ജു കാമുകനെ ആശ്രയിച്ചു. പയ്യൻ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും അഞ്ജുവിൻ്റെ അമ്മ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി അഞ്ജുവിൻ്റെ കല്യാണത്തിന് സമ്മതിച്ചു. ഇതിൽ ക്ലിയർ ക്യാരക്ടേഴ്സായി തോന്നിയത് സിസ്റ്റർ ആൻറ്റിയും അലൻസിയറിൻ്റെ ക്യാരക്ടറുമാണ്. മകളെ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു അന്യജാതിക്കാരന് കൊടുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അസുഖക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഈ കല്യാണം നടത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അഞ്ജുവിൻ്റെ അവസ്ഥ ലീലാമ്മ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവളെ കാമുകൻ്റെ കൂടെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. അവസാനം അവൻ്റെ തനിനിറം മനസ്സിലാക്കി അഞ്ജു ലീലാമ്മയുടെ കൂടെ പോയപ്പോൾ ആ മുഖത്ത് വിരിഞ്ഞ ചിരി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ തീരുമാനം ശരിയായിരുന്നല്ലേ. നമ്മൾ കാണാത്തത് പലതും ദൈവം കാണുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.